നിങ്ങൾ ഇന്ന് മുതലും എന്ത് പറഞ്ഞാൽ മതി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്. നീ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, എന്ന് പറഞ്ഞാൽ പോരാ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ലതുഅ്മിനുന്ന ബിഹി ലതുഅ്മിനുന്ന ബിഹി ലതുഅ്മിനുന്ന ബിഹി വലാ തൻസുറുന്നഹു. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ പോരാ, നിങ്ങൾക്ക് ലഭിച്ച മുഴുവനും ആളുകളെ കൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉമ്മത്തിനെയും അവിടെ ഏൽപ്പിക്കണം. ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് ഈ ആളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ഉത്തരവാദി നബിയെ അങ്ങാണ് സ്വീകരിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്യുക. ഇവരെ കൊണ്ട് മുഴുവനും ലിങ്കില്ല, നേരിട്ട് ആരോട്? മുഹമ്മദ് മുസ്തഫ. ഇതാണ് ലതുഅ്മിനുന്ന ബിഹി. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നല്ലപോലെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഒരു വചനമാണ് എന്ന് മനസ്സിലാക്കണം. وما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخرجتم على ذلكم إصري قال ഈ കരാറ് ഇവ ഈ 1,23,999 ആളുകളുടെ മുന്നിൽ ആലമുൽ അർവാഹിൽ ഈ കരാറ് അവതരിപ്പിച്ചുകൊണ്ട് ഖാല അല്ലാഹു അവരോട് ചോദിച്ചു, അഖറർതും നിങ്ങൾ സമ്മതിച്ചുവോ? നിങ്ങൾ സമ്മതിച്ചുവോ? വഅഖൽതും നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അലാ ദാലികും ഈ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് ഈ സ്വരി ഞാൻ ഏൽപ്പിക്കുന്ന നുബുവത്ത് എന്ന ഉത്തരവാദിത്തത്തെ. അങ്ങനെ ചോദിച്ചു. ഈ നിലക്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇതിന് തയ്യാറില്ലാത്തവർക്ക് നുബുവത്ത് ഇല്ല. നല്ലോണം ചിന്തിക്കണം. قال أقررتم وآخرتم على ذلكم إصري قال അല്ലാഹു ഇതിനെ തുടർന്ന് അവരോട് ചോദിച്ചു, വിഷയം എന്റെ തീരുമാനം ഇങ്ങനെയാണ്. قال أقررتم നിങ്ങൾ സമ്മതിച്ചുവോ? وآخرتم നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവോ? على ذلكم ഈ പറഞ്ഞ വ്യവസ്ഥയുടെ മേൽ ഇസ്രി ഞാൻ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെ. قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين قالوا അവർ പറഞ്ഞു അഖറർന സമ്മതിച്ചുവല്ലോ ഞങ്ങളൊക്കെ സമ്മതിച്ചു. ഞങ്ങൾക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് കൂടി മുഹമ്മദ് നബി തങ്ങൾ കേൾപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മുഅ്മിനീങ്ങളെ ഉറക്കെ സ്വലാത്ത് ചൊല്ലുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരുക്കം. അല്ലാഹു പറഞ്ഞു സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. ഫശ്ഹദു വഅനാ മഅകും മിനശ്ശാഹിദീൻ. അല്ലാഹു പറഞ്ഞു സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ വായ്ത്താരി പറഞ്ഞത് കൊണ്ടായില്ല. ഫശ്ഹദു നിങ്ങൾ തമ്മിൽ സാക്ഷി നിൽക്കേണ്ടതുമാണ്. ഓരോരുത്തരും സമ്മതിച്ചതിനെ മറ്റുള്ളവർ സാക്ഷിയാകേണ്ടതാണ്. ഓരോരുത്തരും അത്രമേൽ അവർ ലംഘിക്കുമെന്നത് കൊണ്ടല്ല, അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഫശ്ഹദു നിങ്ങൾ സാക്ഷി നിൽക്കുക കൂടി ചെയ്യുക. ഓരോരുത്തരും സമ്മതിച്ചു എന്നതിന് മറ്റുള്ളവർ കൂടി സാക്ഷിയാകണം എന്ന് അല്ലാഹു തആല അവരോട് പറഞ്ഞു. قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ തമ്മിൽ സാക്ഷി നിൽക്കണം. നിങ്ങൾ സാക്ഷി നിന്ന് കഴിഞ്ഞാൽ وأنا معكم من الشاهدين അവസാനത്തെ കയ്യൊപ്പ് എന്ന നിലയിൽ നിങ്ങൾക്ക് മേൽ ഞാനും സാക്ഷിയാവുകയാണ്. ഈ കർമ്മത്തിന് ഈ വ്യവസ്ഥയുടെ മേൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് നുബുവത്ത് നൽകുകയേ ഉള്ളൂ എന്ന് അല്ലാഹു മുഹമ്മദ് നബിയെ പറ്റി പരക്കെ പറഞ്ഞ കരാറ് നിങ്ങൾ ഓർക്കണമെന്ന് സൂറത്ത് ആല ഇംറാൻ 81-ാമത്തെ വചനം. ഒരു 3 വട്ടം സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على
മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ അന്നല്ലാഹ ലം യബ്അത് നബിയ്യൻ ഇല്ലാ അഖദൽ അഹ്ദ അലൈഹി ഫീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ അള്ളാഹു ഒരാൾക്കും നുബുവത്ത് കൊടുത്തിട്ടില്ല എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിൾ അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിൾ അബുൽ ഫിദാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു നബിയെയും നബിക്കും അള്ളാഹു നുബുവത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് നിങ്ങൾ മുഹമ്മദ് നബി വന്നാൽ ഉടനെ രാജിയാകാൻ തയ്യാറാകണം എന്ന വ്യവസ്ഥ അനുസരിച്ചല്ലാതെ ഒരു നബിക്കും അള്ളാഹു നുബുവത്ത് കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരിക്കൽ സ്വഹാബികൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാൾ പറഞ്ഞു, സയ്യിദുനാ മൂസ കലീമുല്ലാഹി, സയ്യിദുനാ മൂസ അല്ലാഹുവിന്റെ കലീമാണ്, സ്വാഹിബു തൗറാത്താണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വേറൊരാൾ പിന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബിയെ പറ്റി പറഞ്ഞു. ആരാണ് ഈസാ നബി? അല്ലാഹുവിന്റെ കലിമത്താണ്, സ്വാഹിബുൽ കിതാബാണ്, കലീമുൻ ഫിൽ മഹ്ദാണ്, തൊട്ടിൽ വെച്ച് സംസാരിച്ചവനാണ്, മുതകല്ലിമുൻ ഫിൽ മഹ്ദാണ്, തൊട്ടിൽ വെച്ച് സംസാരിച്ചവനാണ്. അല്ലാഹുവിന്റെ റൂഹന് അല്ലാഹു പേരെടുത്തു കൊടുത്തവനാണ്. അല്ലാഹു മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ എന്ന സൂറത്ത് ആൽ ഇംറാനിൽ കലിമത്ത് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം, ആദം എന്ന് ആദമിനെ പോലെ എന്ന് അല്ലാഹു പറഞ്ഞ ആളാണ് സയ്യിദുനാ ഈസാ എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, സയ്യിദുനാ ഇബ്രാഹിം ഖലീലുല്ലാഹ് സയ്യിദുനാ ഇബ്രാഹിം. കഅബാലയം പുതുക്കി പണിയാൻ അല്ലാഹു കൽപ്പന കൊടുത്തവനാണ്, ഹജ്ജിന് ബാങ്ക് കൊടുത്തവനാണ് എന്നിങ്ങനെ മഖാം വലിയ മദഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സവിധത്തിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി വന്നു. മുസ്തഫ നബി വന്നിട്ട് കയറിയിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞു മൂസാ നബിയെ പറ്റി അദ്ദേഹം കലീമാണ്. ശരിയല്ല, അദ്ദേഹം കലീമാണ്, അദ്ദേഹം കരീമാണ്. നിങ്ങൾ ഈസാ നബിയെ പറ്റി പറഞ്ഞു, അദ്ദേഹം റൂഹാൻ. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. നിങ്ങൾ ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഖലീലാൻ. അതും ശരിയാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആരാണ്? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സയ്യിദുനാ മൂസ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സയ്യിദുനാ ഇബ്രാഹിം, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സയ്യിദുനാ ഈസാ, അന സയ്യിദു വൽദി ആദം, ഞാൻ ഇവരെ മുഴുവനും നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങൾ പറഞ്ഞ കലീമുണ്ടല്ലോ സയ്യിദുനാ മൂസ, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസ്ലഹു ഇല്ലാ ഇത്തിബാഇ, ലൗ കാന മൂസ ഹയ്യൻ, ലൗ കാന മൂസ ഹയ്യൻ, മൂസ ഇപ്പോൾ ജീവിച്ചു വന്നാൽ പോലും ലമാ വസ്ലഹു ഇല്ലാ ഇത്തിബാഇ, എന്നോട് പിൻപറ്റുകയല്ലാതെ ഒരനിവാര്യതയും അദ്ദേഹത്തിനുണ്ടാവില്ല, എന്നോട് പിന്തുടരുകയല്ലാതെ ഒരു യോഗ്യതയും അല്ലാഹു അദ്ദേഹത്തിന് നൽകുകയില്ല. ലൗ കാന മൂസ ഹയ്യൻ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുർറുൽ മൻസൂറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗ കാന മൂസ ഹയ്യൻ, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസ്ലഹു ഇല്ലാ ഇത്തിബാഇ, എന്നോട് പിൻപറ്റല്ലാത്തൊരു നിർവാഹം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞല്ലോ മൂസ നബി മഹാനാണ്, ശരിയാ മഹാന. പക്ഷേ ആ മൂസ നബി ഇപ്പൊ ജീവിച്ചു വന്നാൽ അദ്ദേഹം എന്റെ ഒരു ആലിമിന്റെ മഖാമിലായിരിക്കും നിൽക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ശരിയാണല്ലോ, നമുക്കറിയാമല്ലോ ഒരു നബി ഉണ്ടല്ലോ, ഇനി വരാവുന്ന നബി, സ്വാഹിബുൽ കിതാബായ വാഹിദ് ഉലിൽ അസ്മായ ഒരു നബി. ആരാണ് നബി? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം യൻസിലു عند المنارة البيضاء بشرقي دمشق واضعا كفيه على أجنحة ملكين എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം യൻസിലു عند المنارة البيضاء بشرقي دمشق, കിഴക്കൻ ഡമസ്കസിലെ വെള്ളമുനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരുന്ന പ്രവാചകൻ സയ്യിദുനാ ഈസാ
തന്റെ രണ്ട് കൈകളും ഇങ്ങനെ വിടർത്തി വെക്കും. രണ്ട് മലക്കിന്റെ ചുമലിൽ ചിറകിന്റെ മേൽ തന്റെ കൈകൾ ഇങ്ങനെ പരത്തി വെച്ച് മന്ദം മന്ദം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ വരും. അദ്ദേഹമാരാ അള്ളാഹുവിന്റെ കലിമത്താണ്. അദ്ദേഹമാരാണ് അല്ലാഹു തആല റൂഹ് വനഫഖനാ ഫീഹി മിർ